ഇന്ത്യ വേൾഡ് കപ്പ് നേടിയപ്പോൾ ഇന്ത്യൻ ഇതിഹാസങ്ങൾ ഇന്ത്യൻ ടീമിനെ വാനോളം പുകഴ്ത്തി. രോഹിത് ശർമ്മ, കോഹ്ലി ഇവരെയാണ് എല്ലാവരും പുകഴ്ത്തിയത്. എന്നാൽ ഇപ്പോൾ സിംബാബ്വെക്കെതിരെ ഇന്ത്യ തോറ്റിരിക്കുകയാണ്. ഇന്ത്യൻ ഇതിഹാസങ്ങൾ ഷോക്കായിരിക്കുകയാണ്. വേൾഡ് കപ്പ് നേടിയ ഇന്ത്യൻ ടീമിന് ഇത് നാണക്കേടാണ്. സിംബാബ്വെയെ പോലുള്ള ഒരു ചെറിയ ടീമിനെതിരെയാണ് ഇന്ത്യ കളി തോറ്റിരിക്കുന്നത്, അതും നാണംകെട്ട തോൽവി. ഇന്ന് ഇന്ത്യ കളി തോറ്റ ശേഷം ഇന്ത്യൻ ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 115 റൺസിൽ സിംബാബ്വെ ഓൾ ഔട്ടായി. എന്നാൽ അവരെക്കാൾ വേഗതയിലാണ് ഇന്ത്യ 102 റൺസിൽ ഓൾ ഔട്ടായത്. ഇന്നത്തെ ഇന്ത്യയുടെ തോൽവി കണ്ട് ഇന്ത്യൻ ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സിംബാബ്വെയെ പോലെ ഒരു ടീമിനെതിരെ എങ്ങനെയാണ് ഇന്ത്യ തോറ്റിരിക്കുന്നത്? ഇന്ത്യയുടെ യുവതാരങ്ങൾ ശരിക്കും നിരാശപ്പെടുത്തി. അവർക്ക് കളിക്കാൻ സാധിക്കുന്നില്ല. ഇതുപോലത്തെ പ്രകടനമാണ് അവർ ഇനി കാഴ്ചവെക്കുന്നതെങ്കിൽ ഒരിക്കലും യുവതാരങ്ങൾ ഇന്ത്യയുടെ T20 ടീമിൽ ആവശ്യമില്ല. സീനിയർ താരങ്ങൾ നന്നായി കളിക്കുന്നുണ്ട്. സിംബാബ്വെ മികച്ച രീതിയിലാണ് കളിച്ചത്. ഗില്ലിനെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സഞ്ജുവിനെ അത് കൈമാറണം. ഉടനെ തന്നെ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ ആവശ്യമാണ്. സഞ്ജുവും ജയ്സ്വാളും ഉടനെ തന്നെ ടീമിൽ ജോയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ പരമ്പര സിംബാബ്വെ കൊണ്ടുപോകും. ഞങ്ങൾക്കിപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഗില്ലിനെ പോലെ മികച്ചൊരു താരമുണ്ടായിട്ടും എങ്ങനെയാണ് ഇന്ത്യ കളി തോറ്റത്? സിംബാബ്വെ ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. അടുത്ത മത്സരത്തിൽ സഞ്ജുവും ജയ്സ്വാളും കളിക്കണം. ഇന്ത്യൻ ടീമിൽ വന്ന തെറ്റുകൾ കണ്ടെത്തി അത് പരിഹരിച്ച് അടുത്ത മത്സരത്തിൽ മുന്നോട്ട് വരണം. കളി ജയിച്ച സിംബാബ്വെ ടീമിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് ഇന്ത്യൻ ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. എല്ലാവരും ഷോക്കായിരിക്കുകയാണ്. സിംബാബ്വെയെ പോലെ ഒരു ചെറിയ ടീമിനെതിരെയാണ് ഇന്ത്യ കളി തോറ്റിരിക്കുന്നത്. അതാണ് ഇന്ത്യൻ ആരാധകർക്ക് നാണക്കേടായിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ T20 വേൾഡ് കപ്പ് ഇന്ത്യ നേടി. ആ ടീമാണ് സിംബാബ്വെയുമായിട്ട് തോറ്റിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.